നമസ്കാരം, അസ്സലാമു അലൈക്കും. യുവർ ഡയറ്റീഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ടീന സുധീർ. എന്നോട് ഒരുപാട് ക്ലയൻസ് ചോദിക്കാറുണ്ട്, വെയിറ്റ് പെട്ടെന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ എങ്ങനെയാണ്, എന്താണ് അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. കാരണം ചിലപ്പോൾ ഫംഗ്ഷൻസ് ഉണ്ടാവും, ചിലപ്പോൾ അവരുടെ തന്നെ മാരേജ് ഉണ്ടാവും, 1 വീക്ക് കൊണ്ടൊക്കെ വെയിറ്റ് കുറയ്ക്കണം, അല്ലെങ്കിൽ ഓഫീസിൽ എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടാവും, എന്തെങ്കിലും ഗെറ്റ് ടുഗദർ ഉണ്ടാവും, മീറ്റിംഗ് ഉണ്ടാവും. ചിലയിടത്തൊക്കെ ഇത്തിരി സ്ലിം ആയിട്ടിരിക്കണം, ചില ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ അത് നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ കുറച്ച് വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫിനൊക്കെ ആകെ ടെൻഷനാവും. അപ്പോൾ ചിലരൊക്കെ എൻ്റെ അടുത്ത് വരാറുണ്ട്, ഇങ്ങനെ ഡയറ്റ് പ്ലാൻ ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള കണ്ടീഷനിൽ മാത്രം, അതായത് ഒക്കേഷണലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഡയറ്റ് പ്ലാനാണ്. ഈ ഡയറ്റ് പ്ലാൻ ഒന്നും ലോങ് ലാസ്റ്റിംഗ് അത്രയും നല്ലതൊന്നുമല്ല. കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിക്കൊണ്ടുള്ള ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഹെൽത്തിയറും അല്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഡയറ്റ് പ്ലാനൊന്നും ഞാൻ സാധാരണ ആർക്കും റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാറില്ല. എന്നാൽ ഇതുപോലെ ഒക്കേഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു ചെറിയൊരു ഡയറ്റ് പ്ലാനാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കാണാം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഈ ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത് നിങ്ങളിത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് ചെയ്യുമ്പോൾ വെയിറ്റ് കൂടും കേട്ടോ. അങ്ങനെയുള്ള പ്ലാനാണ്. കാരണം കാർബോഹൈഡ്രേറ്റ് ഇല്ലാതെയുള്ള ഡയറ്റ് പ്ലാന് എന്തെടുത്തു കഴിഞ്ഞാലും കാർബോഹൈഡ്രേറ്റ് യൂസ് ചെയ്യുമ്പോൾ വെയിറ്റ് കൂടും. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒക്കേഷൻസിന് മാത്രം യൂസ് ചെയ്യേണ്ടവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാനാണിത്. അപ്പോൾ അധികം ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു 2 ഗ്ലാസ് വെള്ളം കുടിക്കാം. ചെറിയ ചൂടുവെള്ളം കുടിക്കുന്നതായിരിക്കും ബെറ്റർ. അത് കഴിഞ്ഞ് 1 മണിക്കൂറൊന്നും കഴിക്കാൻ പാടില്ല. ബ്രേക്ക്ഫാസ്റ്റിന് ഒരു എഗ്ഗ്, ഹോൾ എഗ്ഗ് യൂസ് ചെയ്യാം കേട്ടോ. ഉണ്ണി മാറ്റണമെന്നൊന്നുമില്ല. ഉണ്ണിയോട് കൂടെയുള്ള മുട്ട ഉപയോഗിക്കാം. അതിൻ്റെ കൂടെ ഒരു റോബസ്റ്റ് അല്ലെങ്കിൽ ഫിലിപ്പീൻ ബനാന ഉണ്ടല്ലോ, മഞ്ഞ നിറത്തിലുള്ള ബനാന, പുറത്തൊക്കെ ഉള്ളവർക്ക് അതായിരിക്കും കിട്ടുന്നത്. ആ ബനാന ഒരെണ്ണം യൂസ് ചെയ്യാം. അതാണ് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഈ ചായ നിർബന്ധമുള്ളവർക്ക് ഗ്രീൻ ടീ മധുരമിടാതെ ഉപയോഗിക്കാം. അല്ലാതെ ചായ കോഫി ഒന്നും ഈ 1 വീക്ക് യൂസ് ചെയ്യാൻ പാടുള്ളതല്ല. ഇനി മിഡ് മോർണിംഗ് ടൈമിൽ ഏതെങ്കിലും ഫ്രൂട്ട്സ് യൂസ് ചെയ്യുക. ഫ്രൂട്ട്സിൽ നേന്ത്രപ്പഴം ഒഴിവാക്കുക. ബാക്കി എന്ത് ഫ്രൂട്ട്സും കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ലഞ്ചിന് എന്താ ചെയ്യേണ്ടത്? ലഞ്ചിന് സാലഡ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് കുക്കുംബർ, തക്കാളി, സവാള ഇതെല്ലാം കൂടെ അരിഞ്ഞിട്ടിട്ട് സാലഡായിട്ട് ഉപയോഗിക്കാം. കുറച്ച് പെപ്പർ പൗഡറും റോക്ക് സോൾട്ടും ലൈം ജ്യൂസൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഫ്ലേവർ ലഭിക്കും. ഇനി നിങ്ങൾക്ക് സാലഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ബ്ലോട്ടിങ് അസിഡിറ്റി ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇഡലി പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. മനസ്സിലായോ? അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. ടീ ടൈമിൽ ഉപയോഗിക്കാൻ പറ്റിയത് നട്ട്സ് മാത്രം കേട്ടോ. ഒരു 5 നട്ട്സ്, അത് ബദാം ആവാം, കാഷ്യൂസ് ആവാം, എന്താണെങ്കിലും 5 മാത്രം ഉപയോഗിക്കാം. പീനട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്നത്, അതായത് ഒരു ഹാൻഡ്ഫുൾ പീനട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ചായ കോഫി ഒന്നും കുടിക്കാൻ പാടില്ല. ഇഞ്ചി ഇട്ട് തിളപ്പിച്ച വെള്ളം വേണം ടീ ടൈമിൽ യൂസ് ചെയ്യാനായിട്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട്, നന്നായി തിളപ്പിച്ചിട്ട് അത് അരിച്ചെടുക്കുക. ആ വെള്ളം വേണം ഉപയോഗിക്കാനായിട്ട്. ഇനി ഡിന്നർ ഒരു 7 മണിക്ക് മുമ്പ് ഡിന്നർ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഡിന്നർ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ. ഡിന്നറിന് യൂസ് ചെയ്യേണ്ടത് സ്പ്രൗട്ട്സ് ആണ്. മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ ഉപയോഗിക്കാം. ഇനി സ്പ്രൗട്ട്സ് കഴിക്കാൻ അത്ര ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറച്ച് സ്പ്രൗട്ട്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതോടെ നമ്മുടെ ഡയറ്റ് പ്ലാൻ അവിടെ സ്റ്റോപ്പ് ആവുകയാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം കൊണ്ടുണ്ട്, കിടക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ഒരു ഗ്ലാസ് ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു 1/4 ടീസ്പൂൺ കറുകപ്പട്ട സ്റ്റിക്ക് പൊടിച്ചത് ആഡ് ചെയ്തിട്ട് അത് കുടിച്ചിട്ട് വേണം കിടക്കാനായിട്ട്. ഇങ്ങനെ 1 വീക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ വെയിറ്റ് പെട്ടെന്ന് റെഡ്യൂസ് ചെയ്യും. ഒരാഴ്ച കൊണ്ട് റെഡ്യൂസ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് കാർബോഹൈഡ്രേറ്റ് കഴിക്കുകയാണെങ്കിൽ കൂടുകയും ചെയ്യും. ഉള്ള കാര്യം സത്യാവസ്ഥ പറയാമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. നിങ്ങൾക്ക് ഒക്കേഷൻസിന് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റ് പ്ലാനാണ്. ഹെൽത്തിയർ ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻ തന്നെയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഞാൻ ഉടനടി റിപ്ലൈ തരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.